പോലീസ് പെട്രോളിന് പോകുന്നത് ഇടുക്കിയിലേക്കാണ്. ഇടുക്കി കട്ടപ്പനയിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസാണ്. മുക്കുപണ്ടം പണയം വെച്ച് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും 25 ലക്ഷം രൂപയോളം തട്ടിയെടുത്ത കേസിൽ 4 യുവാക്കൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. കട്ടപ്പന കാഞ്ചിയാർ പുത്തൻപുരയ്ക്കൽ റൊമാറിയോ ടോണി, മുളകരമേട് പന്തേഴാത്ത് ശ്യാംകുമാർ ഹരിദാസ്, കട്ടപ്പന പേരുങ്കവല സ്വദേശി പ്രസീദ് ബാലകൃഷ്ണൻ, അണക്കര അരുവിക്കുഴിയിലെ സിജിൻ മാത്യു എന്നിവരാണ് പിടിയിലായത്. കട്ടപ്പന, കുമളി, അണക്കര, തമിഴ്നാട്ടിലെ കമ്പം എന്നീ സ്ഥലങ്ങളിലെ ധനകാര്യ സ്ഥാപനങ്ങളിലാണ് റൊമാരിയോയുടെ നേതൃത്വത്തിൽ മുക്കുപണ്ടം പണയപ്പെടുത്തിയത്. ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് നിരീക്ഷണത്തിലായിരുന്ന ശ്യാംകുമാറിനെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ 15ഓളം സ്വർണ്ണപ്പണയ ചീട്ടുകൾ ലഭിച്ചു. ഈ അന്വേഷണമാണ് പ്രധാന പ്രതി റൊമാരിയോയിൽ എത്തിച്ചത്. ഒറിജിനൽ സ്വർണ്ണാഭരണങ്ങളെ വെല്ലുന്ന തരത്തിൽ പുറമെ സ്വർണം പൂശിയാണ് റൊമാരിയോ മുക്കുപണ്ടം നിർമ്മിച്ചത്. ഇതിനായി സ്വർണ്ണപ്പണിക്കാരന്റെ സഹായം ഇയാൾ തേടിയിരുന്നു. ഒരു ആഭരണം നിർമ്മിക്കുന്നതിനായി 6500 രൂപയാണ് നൽകിയിരുന്നത്. ആഭരണം നിർമ്മിച്ച ശേഷം മറ്റു പ്രതികളായ സിജിൻ, പ്രസീദ് തുടങ്ങിയവരെ ഉപയോഗിച്ച് പലയിടത്തായി പണയപ്പെടുത്തുന്നതായിരുന്നു രീതി. പണയം വയ്ക്കുന്നവർക്ക് 2000 രൂപ പ്രതിഫലവും നൽകും. ഇടുക്കിയിൽ മാത്രം 20ലധികം വ്യാപാര സ്ഥാപനങ്ങളിലായി 1/4 കോടി രൂപയുടെ മുക്കുപണ്ടമാണ് പ്രതികൾ പണയപ്പെടുത്തിയത്. കൂടുതൽ സ്ഥലങ്ങളിൽ സംഘം മുക്കുപണ്ടം പണയപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സൂചന. കേസിൽ തുടരന്വേഷണം നടക്കുകയാണെന്ന് കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദ് മോഹൻ പറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി.